ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, പിന്നെ ചോറ് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഉള്ളിച്ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് 4 സവാള മുറിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ലൊരു സ്വാദുള്ളൊരു ചമ്മന്തിയാണ്, ചട്നിയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 6 മുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളക് തന്നെ ചേർത്ത് കൊടുക്കും. നല്ല കളർ കിട്ടാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി ചില്ലിയും കുറച്ച് നോർമൽ ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നെല്ലിക്കയുടെ പകുതി സൈസിൽ പുളി കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പോരെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ സവാള നല്ലപോലെ വഴണ്ട് വരണം. ഇതിൻ്റെ കളറൊക്കെ നല്ലപോലെ ഒന്ന് മാറി, പച്ചമണമൊക്കെ നല്ലപോലെ ഒന്ന് മാറി വരുന്നവരെ നമുക്കിത് വഴറ്റിയെടുക്കണം. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് നല്ലപോലെ വഴണ്ട് വരണം. അതിൻ്റെ പച്ചമണമൊക്കെ നല്ലപോലെ മാറി വരുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കണം. പിന്നെ നിങ്ങൾക്ക് ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതിൽ ഓളിനുള്ള ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഇത് നല്ലപോലെ വഴണ്ട് വന്നു കഴിഞ്ഞു, കളറൊക്കെ മാറിയിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വയ്ക്കാം. പിന്നെ ഇത് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല നൈസായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെള്ളമില്ലാതെ തന്നെ അരിഞ്ഞ് കിട്ടും. അഥവാ അരിഞ്ഞില്ലെങ്കിൽ കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുത്ത് അരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത് അരച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കടുക് വറുത്തിടണം. അപ്പോൾ അതിലേക്ക് ഒരു പാനിൽ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട്, ഇപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ അതിലേക്ക് കടുകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് ഞാൻ, ഒരു 1/4 ടീസ്പൂൺ. അതും ചേർത്തിട്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു നുള്ളു കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ കടുക് വറുത്തത് റെഡിയാവും. ഇത് നമുക്ക് ആ ചട്നിയിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ നല്ല സ്വാദുള്ള ഉള്ളിച്ചമ്മന്തി റെഡിയാവും. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കണം, എന്താണ് അഭിപ്രായമെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് നമുക്ക് ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, പൂരി, പിന്നെ ചോറ് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.